അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ ഇന്നലെ മെൻഷൻ ചെയ്തതുപോലെ പുറത്ത് പോയിട്ടാണ്ടോ നോമ്പ് തുറക്കാൻ വേണ്ടി പോകണത്. ഇപ്പോൾ ടൈം ഒരു 3:10 കഴിഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് കാണാം. സോ ഞാനിന്ന് ആദ്യം തന്നെ ചിക്കൻ കറിയാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായത്. യൂഷ്വലി ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് സമയം ഉണ്ടായിരുന്നില്ല. എല്ലാം തുടങ്ങിയപ്പോൾ തന്നെ 3:15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 4 മണി കഴിയുമ്പോൾ തന്നെ ഇറങ്ങണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ കൈയോടെ തന്നെ മസാല തേച്ച പാടെ തന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്നാക്സ് കട്ട്ലേറ്റിനുള്ളതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് സവാള വടക്കുള്ളതാണ്. ഞാൻ സവാളയും പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരിത്തിരി ചെറിയ പീസ് ക്യാബേജ് ഇട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് കടലപ്പൊടി പിന്നെ കായം ഞാൻ ഓൾറെഡി കാണിച്ചതുകൊണ്ടാണ് ഞാൻ ഇത് വലുതായിട്ട് വീഡിയോ ഒന്നും എടുത്ത് കാണിക്കാത്തത്. മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് മല്ലിയില എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ അവിടെ പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ ഈ സവാളക്ക്. നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എരിവ് വന്നത് എനിക്ക് ഇഷ്ടമല്ല. മുളക് പൊടി ആകുമ്പോൾ എല്ലാത്തിലും ആ ഒരു ബാലൻസ് ചെയ്തിട്ട് എരിവ് നിൽക്കുമല്ലോ. എന്നിട്ട് നമുക്കിതൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതേ സവാള വടയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നേരമായി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഡ്രിങ്ക് നമ്മുടെ മൊഹബത്ത് സർബത്തായിരുന്നു കേട്ടോ. അത് അക്കുവാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മൊത്തം പണിത്തിരക്കായിരുന്നു. അങ്ങനെ കുക്കിംഗ് കഴിഞ്ഞു, പാത്രങ്ങളെല്ലാം കഴുകി സെറ്റാക്കി വെച്ച് ഇന്ന് അങ്ങ് വരുമ്പോൾ എന്തായാലും രാത്രിയാവും. അപ്പോൾ എന്തായാലും മടിയാകും. സോ ഇപ്പോൾ തന്നെ ഒക്കെ ചെയ്ത് വെച്ചാൽ റെഡി ആവുമല്ലോ. അപ്പോൾ എല്ലാം പാക്ക് ചെയ്യാനുള്ളതൊക്കെ അവിടെ എല്ലാം ഒന്ന് ചൂടാറിയിട്ട് പാക്ക് ചെയ്യാമെന്ന് ഓർത്ത് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് എല്ലാം എടുത്തിട്ടുണ്ട്. ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ട്. പോയിക്കൊണ്ടിരിക്കണത് കഴിഞ്ഞ പ്രാവശ്യം പോയില്ലേ, അവിടെ തന്നെയാണ് അങ്ങ് ഞാൻ എന്റെ നല്ലത് മാത്രം എന്റെ വീഡിയോ നല്ലപോലെ നോക്കിയിരിക്കുമ്പോൾ എടുക്കൂല. അജാസിന്റെ നല്ലതേ ഉള്ളൂ. കൊള്ളാം. പറ, എന്താണ് ആസിഫിന്റെ ഡിമാൻഡ്, അജാസിന്റെ ഡിമാൻഡ്? ഈ വീഡിയോക്ക് താഴെ മമ്മൂക്ക് കമന്റ് ചെയ്ത അജാസ് മുടി വെട്ടു. മമ്മൂക്ക് കമന്റ് ചെയ്തില്ലെങ്കിൽ അജാസ് മൊട്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഗോബ്ര പാർക്കെത്തി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നോമ്പ് തുറക്കാൻ വന്നപ്പോഴത്തേക്കും കൂടുതലൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു വലിയ പാർക്കായതുകൊണ്ട് തന്നെ അറ്റത്ത് ടർഫും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ അറ്റത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇരുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് തിരിച്ചു പോന്നു. പിന്നെ ഇൻഷാല്ലാ നോമ്പൊക്കെ തുറന്നിട്ട് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോരാന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നേ. അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഇനിയും തിരക്ക് കൂടുമെന്ന് മനസ്സിലായി. ഞങ്ങൾ ഒരു സ്ഥലമൊക്കെ അങ്ങനെ സീറ്റൊക്കെ എടുത്ത് നമ്മുടെ സുപ്രയും കാര്യങ്ങളൊക്കെ വിരിച്ച് ഫുഡൊക്കെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തു. അവിടുത്തെ സൺസെറ്റ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആസിഫെ പിന്നെ ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സുഹൈറ എന്ന് പറഞ്ഞിട്ട്. ആസിഫ് ഒരു ഹായ് പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ 24ാമത്തെ നോമ്പ് തുറ നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇത് ഒരു നല്ല വൈബാണ്. എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടിരുന്ന് നോമ്പ് തുറക്കുക. ചുറ്റും എല്ലാവരും ഇങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കണ ഒരു ഇതൊക്കെ സിറ്റുവേഷനെ കാണുമ്പോഴത്തേക്കും അടിപൊളി വൈബാണ്. അങ്ങനെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പം ഞാൻ അതേ ഫുഡൊക്കെ സെർവ് ചെയ്തു. അപ്പോൾ അരിപ്പത്തിരി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പുറത്തുനിന്ന് മേടിച്ചതായിരുന്നു. പിന്നെ ചിക്കൻ കറിയും തേങ്ങാപ്പാലും. എനിക്ക് തേങ്ങാപ്പാൽ കൂട്ടി പത്തിരി കഴിക്കാൻ അത്ര ഇഷ്ടമുള്ള കേട്ടോ. സാധാ കറി കൂട്ടി തന്നെ കഴിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നുന്നത്. അപ്പോൾ ആദ്യം ഞാൻ തേങ്ങാപ്പാലൊന്നും കൂട്ടാണ്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു കഷ്ണം കൊടുത്തിട്ട് കുറച്ച് ഗ്രേവി മുക്കിയിട്ട് അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത സ്നാക്സും കറിയൊക്കെ ഇവർക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ സ്ഥലത്തു നിന്ന് ഓരോരോ ഫുഡിൻ്റെ മണം വന്നുകൊണ്ടിരിക്കണമായിരുന്നു നമ്മൾ കഴിക്കാൻ നേരത്ത്. വെറൈറ്റി മന്തിയുടെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നോക്കിക്കേ നിറച്ച ആൾക്കാരാണ് കേട്ടോ. മൊത്തം
ഫുൾ ഫാമിലിയാണ്. ഇന്നൊന്നാമത് വീക്കെൻഡും കൂടിയാണല്ലോ, വ്യാഴാഴ്ച ആയതുകൊണ്ട് മൊത്തം ഫാമിലിയാണ്. അങ്ങട് വിട്, അങ്ങട് വിട്ടാ, അങ്ങട് വിട്. എടുക്കട്ടെ ഇത്. ഈ മണ്ടന്മാർക്കൊന്നും അറിയാൻ പാടില്ല. ലൈറ്റ് പോയത്, ലൈറ്റ് പോയി. അങ്ങട് വിട്. വെറുതെ പിള്ളേരെ കബൂറാക്കിയപ്പോ മനസ്സിലായില്ലേ എളുപ്പർന്ന്. ഇട 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 തലയിലേക്കല്ലേട്ടാ. വേദനിക്കായി. വിട് വിട്. വിട് വിട് വിട്. ഇങ്ങോട്ട് വിട് അവിടുന്ന്. അയ്യോ മൂക്കൂത്തി വിടാ. ഇത് വിടില്ല, നിന്റെ മുഖത്ത് തന്നെ കൊള്ളുമ്പോ. പഠിച്ചല്ല. എവിടെ ഇല്ല. വാവ്, അടിപൊളി. ഇവിടെ കൊറേ ഇങ്ങനെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കളിക്കണ സാധനങ്ങളൊക്കെ ഒരുപാട് ഇക്കോട്ടെ. അപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയൊരു സാധനം മേടിച്ചതാണ്. അത് പൊട്ടിയാ വെക്കാൻ പറ്റൂല, ഫിറ്റ് ചെയ്യാൻ പറ്റില്ലേ? നല്ല അടിപൊളി സാധനങ്ങളൊക്കെ. സോ ഈ പാർക്കിന്റെ സൈഡിലായിട്ട് ഒരു 4 ഇതേപോലത്തെ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്. ചോക്ലേറ്റ്സും ഐസ്ക്രീം ഒക്കെ കിട്ടുന്നത്. ഇത് നമ്മുടെ ബോംബെ ക്യാൻറ്റീൻ എന്നൊക്കെ പറയില്ല, അതല്ല. പിന്നെ ഞങ്ങൾ മേടിച്ചത് ഇതായിരുന്നു കേട്ടോ, സ്ട്രോബെറിയുടെ ഫ്ലേവർ വന്ന ഐസ്ക്രീം ആയിരുന്നു. നല്ല റിച്ച് ടേസ്റ്റ് ആയിരുന്നു സ്ട്രോബെറിയുടെ. പൊതുവേ സ്ട്രോബെറി ഫ്ലേവർ എന്ന് പറയുമ്പോൾ എന്താ ഒരു പിങ്ക് ഷെയ്ഡല്ലേ, ഇത് ശരിക്കും സ്ട്രോബെറിയുടെ ആ കളറായിരുന്നു, റെഡ് കളറായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പറയില്ല, ഇവിടെ ചെറിയ ചെറിയ ടോയ്സ് ഒക്കെ വിൽക്കാൻ ഓരോ ചേട്ടന്മാരുന്നു. അപ്പം ഞങ്ങൾ നേരത്തെ കണ്ട ആളുടെ കയ്യിൽ ഇല്ലാത്ത ടൈപ്പ് സംഭവങ്ങളൊക്കെ ഒരു ആളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിലെന്തൊക്കെ വെറൈറ്റി ഉണ്ട്, ബബിൾ ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടി പോയി. വേറെ 2-3 പേർക്ക് അതൊക്കെ തീർന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലടാ, സർക്കിളാവല്ല. ഇപ്പൊ ഓക്കെ. ഇവിടെ വിൽക്കാൻ തന്നെ ഓരോരുത്തരുടെ കയ്യിൽ ഉള്ള ടോയും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവരൊരു ടീമായിട്ടാണ് വന്നേക്കണത്. എല്ലാം ഓരോരുത്തരുടെ കയ്യിലില്ല, പല പല വെറൈറ്റി സാധനങ്ങൾ. അപ്പോൾ അവരൊക്കെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ അങ്ങനെ ഇന്ന് കുറേ നാൾക്ക് ശേഷം ഊഞ്ഞാലാടി. അത് പാർക്കിൽ ഊഞ്ഞാലാടി. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ മഹാരാജ് കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ 2-3 ഇങ്ങനെ ഊഞ്ഞാലുണ്ട്. അവിടെ നിന്ന് ആടിയെന്നല്ലാതെ പിന്നെ പാർക്കിലാണെങ്കിൽ ഞങ്ങളുടെ കോളേജിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് സുഭാഷ് പാർക്കുള്ളത്. അവിടെ ഞങ്ങൾ ഡെയിലി പോകുമെങ്കിലും അവിടെ ഇപ്പോൾ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് കുഞ്ഞു പിള്ളേർക്ക് മാത്രമല്ല ഊഞ്ഞാലാടാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പാർക്കിൽ ഊഞ്ഞാലാടിയിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻജോയ് ചെയ്യും. ഇവിടെ പിന്നെ അങ്ങനെ പ്രശ്നവും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുറേ നാൾക്ക് ശേഷം എൻജോയ് ചെയ്ത് ഒരു പാർക്കിൽ ഊഞ്ഞാലേക്ക് ആടി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു എന്താ പറയുക, ഒരു ബഹളം പോലെയായിരുന്നു. എല്ലാ ആൾക്കാരും കൂടി, നമ്മൾ മാത്രമാണെങ്കിൽ നമുക്ക് ഇത്രയും ഒരു വൈബ് കിട്ടില്ല. അങ്ങനെ പാർക്കിൻ്റെ ഒരു ബാക്ക് ഏരിയ ആയിട്ട് വരും. ഇവിടെ ഒന്നും അങ്ങനെ ആരും ഇല്ല കേട്ടോ. ആ ഒരു ഫ്രണ്ടിലെ ഏരിയയിലെ ക്രൗഡേ ഉള്ളൂ. ഇവിടെയാണ് ഇങ്ങനെ ഒരു ടർഫ് ഉള്ളത്. അപ്പോൾ വോളിബോൾ കളിക്കണുണ്ടായിരുന്നു. അക്കൂക്കാണെങ്കിൽ വോളിബോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അക്കൂക്ക് അത് കളിക്കുന്നുണ്ടപ്പോൾ ഒന്ന് കളിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഒരു സൈഡായിട്ട് മറ്റേ ഇങ്ങനെ മെഷീൻസ് ഇങ്ങനെ എക്സസൈസിൻ്റെ ഇല്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ അവരുടെ കൂടെ കയറിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വോളിബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ 3 പേരും കയറി കളിച്ച്.
അങ്ങനെ അവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഒരു പെർഫ്യൂം ഷോപ്പിലേക്കാണ്. ഈ കഴിഞ്ഞ ദിവസം എന്തോ ഓപ്പൺ ചെയ്തിട്ടുള്ളപ്പോൾ നല്ല ഡിസ്കൗണ്ടും ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു അത്തർ മേടിച്ചു. 2 സംഭവം മിക്സ് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. നല്ല ഫ്രാഗ്രൻസ് ആയിരുന്നു. സോ ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു ഡേ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പം നമുക്ക് നാളത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. ബൈ.